സഹനം എന്ന കഥയുടെ തുടർഭാഗം. അമ്മച്ചിക്ക് സോഫി എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. നിലത്തും താഴെയും വയ്ക്കാതെയാണ് അപ്പച്ചനും അമ്മച്ചിയും സോഫിയെ സ്നേഹിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു തരമ്പ് പോലും സോഫി തിരികെ കൊടുത്തില്ല. വിവാഹം കഴിഞ്ഞ് വന്നത് മുതൽ സോഫിയുടെ സ്വഭാവം അപ്പാടെ മാറി. പഴയ വിനയവും മര്യാദകളും ഒന്നും പിന്നെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാം എനിക്ക് വേണ്ടി അപ്പച്ചനും അമ്മച്ചിയും ക്ഷമിച്ചു. പലതും കണ്ടില്ലെന്ന് നടിച്ചു. ഇതിനിടയിൽ പല ആവശ്യങ്ങളും പറഞ്ഞ് സോഫിയുടെ മാതാപിതാക്കൾ വീട്ടിൽ കയറിയിറങ്ങുക പതിവായി. സോഫി വീട്ടിലുള്ള ആരുമായി സംസാരിക്കില്ല. എപ്പോൾ നോക്കിയാലും മുറി അടച്ചിരിപ്പാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് തുടർന്ന് പഠിക്കണം. ഞാൻ അപ്പച്ചനോട് ചോദിക്കട്ടെ. ഉടൻ അവൾ എന്നോട് കയർത്തു. നമ്മുടെ കാര്യങ്ങളെല്ലാം അപ്പച്ചൻ്റെ അനുഭവത്തോടെയേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ സൗമ്യമായി പറഞ്ഞു, അതല്ല സോഫി, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അപ്പച്ചനും അമ്മച്ചിയുമാണ്. അവരൊന്നിനും എതിര് നിൽക്കില്ല. അവർ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ പോകും. എനിക്കിഷ്ടപ്പെട്ടില്ല എങ്കിലും ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പച്ചൻ അതറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അത് നല്ല കാര്യമല്ലേ, ആഗ്രഹിക്കുന്ന അത്രയും പഠിക്കട്ടെ. പക്ഷേ ഒരു കാര്യം, ഇതിനിടയിൽ ജീവിക്കാൻ മറക്കരുത്. അടുത്ത ഭാഗവുമായി നാളെ കാണാം.